ഒരു ജോൺ താരു പറഞ്ഞു, ഞാനിപ്പോൾ ക്രിസ്റ്റയാണ് ഓടിക്കുന്നത്, അപ്പോൾ ക്രിസ്റ്റ വിട്ടിട്ട് വേറൊരു വണ്ടി വാങ്ങിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച്, ക്രിസ്റ്റയ്ക്ക് എനിക്ക് തോന്നുന്നു 30-35 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാണ് ക്രിസ്റ്റ. അപ്പോൾ അത് പോരാ. അപ്പോൾ അതിൻ്റെ മേലോട്ട് പോകണമെങ്കിൽ ഫോർച്യൂണർ ആയിരിക്കണം, അല്ലെങ്കിൽ BMW ആയിരിക്കണം, അല്ലെങ്കിൽ ഓഡി ആയിരിക്കണം, അല്ലെങ്കിൽ അതുപോലുള്ള വോൾവോ ആയിരിക്കണം. അപ്പോൾ ക്രിസ്റ്റയെ പോയി അങ്ങ് ഒരു സുഖമില്ലാതായി കഴിഞ്ഞപ്പോൾ വലിയ ലക്ഷറി വണ്ടിയിലോട്ട് കയറിക്കോട്ടെ. ഞാനൊരു കാര്യം പറയാം, ദൈവദാസന്മാർ നല്ല വണ്ടിയിൽ നടക്കണം, നല്ല ഭവനത്തിൽ ജീവിക്കണം, നല്ല ഡ്രസ്സ് ഇട്ട് ജീവിക്കണം. ഞാൻ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ 35 ലക്ഷം രൂപയുള്ള വണ്ടി പോരാ, എനിക്കൊരു ലക്ഷറി വണ്ടി വേണം. അതുകൊണ്ട് ഒരു 18 ലക്ഷം രൂപയുടെ ആവശ്യം എനിക്കുണ്ട്. ഞാൻ ആദ്യമേ വിചാരിച്ചു ലോൺ എടുക്കാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ എന്തിനാ ലോൺ എടുക്കുന്നേ? നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിപ്പില്ലയോ? നിങ്ങൾ എനിക്ക് തരത്തില്ലയോ? അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും എനിക്ക് ആ പൈസ എനിക്ക് തരണം. നാണമില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ഒരു ശകലം ഒരു ദൈവദാസന്റെ മിനിമം ഒരു ലജ്ജ അതിൻ്റെ അകത്തുണ്ടാകണ്ടേ? നിങ്ങൾ വലിയ വണ്ടി നടന്നു, അതിന് വലിയവരുടെ നിന്നാണ് പണം പിരിക്കുന്നത്. ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷ ദൈവവേല ചെയ്യാനുള്ളതാണ്. ഉറപ്പായിട്ടും ഇവിടെ വചനം പറഞ്ഞല്ലോ, ദൈവവേല ചെയ്യുന്നതിന് ഉപജീവനം കഴിക്കാനുള്ള അനുവാദം ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾ തരുന്ന പണത്തിൻ്റെ അകത്തുനിന്ന് ഉപജീവനം കഴിക്കാനുള്ള അധികാരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ലക്ഷറി വണ്ടി വാങ്ങിക്കാനും 2.5 കോടിയുടെ വീട് വെക്കാനും അല്ല അത് ഉപയോഗിക്കേണ്ടത്. അതിനുവേണ്ടി ജനത്തിൻ്റെ അടുത്തുനിന്ന് പൈസ വാങ്ങിക്കാൻ പാടില്ല. സ്തോത്രം. വേറൊരു സഹോദരൻ പറയുന്നു, ഡാമിയൻ പറയുന്നു, എനിക്ക് 20% കിട്ടിയേ പറ്റത്തുള്ളൂ. കഷ്ടം, നാണക്കേട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാം? നാണക്കേട് അവർക്കല്ല, നാണക്കേട് പെന്തക്കോസ്ത് സഭയ്ക്ക് മുഴുവനും നാണക്കേടാണ്. ഇത്തരമുള്ള അഭിപ്രായങ്ങൾ. നിങ്ങൾക്കൊരു കാര്യം ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയാം, അറിയാത്തൊരു കേട്ടോണം. പുതിയ നിയമത്തിനകത്ത് ദശാംശമില്ല. ഞാനിവിടെ ആരുടെ അടുത്ത് എനിക്ക് ദശാംശം തരണമെന്ന് പറഞ്ഞിട്ടില്ല. ബ്ലെസ്സിങ് മണിയായിട്ട് പ്രാർത്ഥിച്ച് വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന എന്താ വെച്ചാൽ തരുവാനേ പറഞ്ഞിട്ടുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 10% പഴയ നിയമക്കണക്കാണെങ്കിൽ പുതിയ നിയമത്തിനകത്ത് കൊടുക്കാൻ യാതൊരു റൈറ്റും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കാര്യമില്ല, ദശാംശമില്ല. കൊടുപ്പീനെന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന യേശു പറഞ്ഞത്. എത്ര കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ അനുസരിച്ച് സാമ്പത്തികമായി ദൈവം തരുമെന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഒരു ദൈവദാസൻ, ഒരു ഡാമിയൻ ബ്രദർ പറയുകയാണ്, എനിക്ക് 10% ഒന്നും കിട്ടിയാൽ പോലെ എനിക്ക് 20% വെച്ച് തരണം. കഷ്ടം, നാണക്കേട്. അപ്പോൾ 1000 രൂപ 10,000 രൂപ ശമ്പളം കിട്ടുന്നവന് 2,000 രൂപ കൊണ്ട് കൊടുക്കണം മാസം. 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നവർ 20,000 രൂപ കൊണ്ട് കൊടുക്കണം. 10,000 രൂപ കൊടുത്തോണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ സമ്പത്തിലാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഈ സമ്പത്തിൽ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുവാനും അത് പറയുവാനും നിങ്ങളുടെ ഹൃദയം നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഇപ്പം ഡാമിയൻ ബ്രദർ ആണെങ്കിലും താരു സഹോദരനാണെങ്കിലും നിങ്ങൾക്കിതൊക്കെ പറയാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അത് നിങ്ങളുടെ സഭയ്ക്കകത്ത് പറ. അതെന്തിനാ ജനങ്ങളോട് പറയുന്നത്? ഈ പ്രശ്നമുണ്ടാകുന്നത് സഭയ്ക്കകത്തെ കാര്യം സഭയ്ക്കകത്ത് പറയണം. ഇപ്പം എൻ്റെ കുടുംബത്തിനകത്തൊരു പ്രശ്നമുണ്ടെങ്കിൽ അതെൻ്റെ കുടുംബത്തിലുള്ളവരെ അറിയാനേ പാടുള്ളൂ. നിങ്ങൾ അറിഞ്ഞാൽ അത് നാണക്കേടാ. അപ്പോൾ സഭയ്ക്കകത്ത് പറയുന്നത്, ഞങ്ങൾക്ക് വണ്ടി വേണമെന്നോ 50 ലക്ഷം വേണമെന്നോ തരാൻ ആളുണ്ടായിരിക്കും, വാങ്ങിച്ചോ. അതെന്തിനാ ലോകക്കാരെ അറിയിക്കുന്നത്? ലോകക്കാരെ അറിയിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നിങ്ങൾക്കല്ല, പ്രശ്നം പെന്തക്കോസ്ത് സമൂഹത്തിനാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുകയാണ്, ഈ കാലഘട്ടത്തിൽ ഒരൊറ്റ കുഞ്ഞുങ്ങൾ പെന്തക്കോസ്തിലോട്ട് വരാത്തതിൻ്റെ കാരണം ഒന്നിതാണ്. ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് അവർ വിചാരിച്ചിരിക്കുന്നത് ഇവന്മാർ മുഴുവനും പണമുണ്ടാക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് മറ്റടുത്ത് കുറേ പരീശന്മാർ പറയുന്നത് മീശ വെച്ചില്ലെങ്കിൽ സ്വർഗത്ത് പോകത്തില്ലെന്ന് പറഞ്ഞ് മീശ പഠിപ്പിക്കുന്നു, വെള്ള ഡ്രസ് എടുപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ 2 പക്ഷമുള്ളത് കൊണ്ടാണ് ആരും ഇന്ന് പെന്തക്കോസ്ത് കോളത്തിൻ്റെ അകത്തോട്ട് കയറാത്തത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, പ്രിയ ദൈവദാസന്മാരെ, നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ സഭയ്ക്കകത്തങ്ങ് പറഞ്ഞാൽ മതി. നിങ്ങൾ അതും ഇതും പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിക്കരുത്. കഴിഞ്ഞ ഒരാഴ്ച എനിക്കൊരു 100 കോള് വന്നെങ്കിൽ 99 കോളും ഞാനിതിന് മറുപടി കൊടുക്കാൻ ജനങ്ങളെ വിളിച്ച് ചോദിക്കുക, പാസ്റ്റർ ഇതെന്തോ അങ്ങനെ, ഇതെന്തോ അങ്ങനെ, ഇതെന്തോ അങ്ങനെ. നമ്മളിത് എത്രയെന്ന് വിചാരിച്ചാൽ മറുപടി കൊടുക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവദാസന്മാരെ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, അത് നിങ്ങളുടെ സഭയ്ക്കകത്ത് നിൽക്കട്ടെ, അത് പുറത്തോട്ട് വിടരുതെന്ന് ഞാൻ ഹൃദയം കൊണ്ട് അത് നിങ്ങളോട് പറയുകയാണ്. സ്തോത്രം.